നമസ്കാരം. ഞാൻ ബി ബാലചന്ദ്രൻ, ഡെവലപ്മെൻറ്റ് ഓഫീസർ, LIC. ഞാനിന്ന് സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് സമയത്തെ നശിപ്പിക്കുന്നവർ ആരോ അവരെ സമയം ഒരു നാൾ നശിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ വിലയേറിയ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ തലയിൽ കയറ്റി അതിനു വേണ്ടിയിട്ട് നമ്മൾ സമയം പാഴാക്കി കളയുമ്പോൾ നാളെ നമുക്ക് വേണ്ടപ്പെട്ട വിജയം നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, എത്രയോ വിലപ്പെട്ടതായിരുന്നു നമ്മൾ പാഴാക്കിയ സമയമെന്ന്. നിങ്ങൾ ചിലപ്പോഴൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം പാഴാക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. എത്ര സമയം പാഴാക്കി എന്നുള്ള കാര്യം നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. അർഹതപ്പെടാത്തവർക്ക് അർഹിക്കുന്നതല്ല നിങ്ങളുടെ സമയം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എത്രയോ സമയം നിങ്ങളുടെ ആ സമയത്തിന് അർഹതയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ പ്രവർത്തിച്ച് പാഴാക്കി കളയുന്നു. നിങ്ങൾ നിങ്ങളുടെ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ ലക്ഷ്യം വളരെ വേഗം നിങ്ങളുടെ അടുത്തെത്തുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. പക്ഷേ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പഠിക്കണം. ഒരിക്കൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കിയാൽ ജീവിതം മുഴുവനും നമുക്ക് കുറ്റബോധവും നിരാശയുമായിരിക്കും ഫലം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നാലോചിച്ച് നമ്മൾ ആ സങ്കടവും പേറി പിന്നെയുള്ള കാലവും നമ്മൾ പാഴാക്കും. നിങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്ന ഒരേ ഒരു കോയിൻ മാത്രമാണ് ഈ സമയം എന്ന് പറയുന്നത്. ഈ കോയിൻ എങ്ങനെ ചിലവഴിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇന്നു മുതലെങ്കിലും നിങ്ങൾ തീരുമാനിക്കുമോ, ഈ കോയിൻ എനിക്ക് ആവശ്യമുള്ള, എനിക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള, എൻ്റെ നന്മയ്ക്കും എൻ്റെ പുരോഗതിക്കും വേണ്ടിയിട്ട് ഞാൻ ചിലവഴിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ സമയം നന്നാകുമ്പോൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ സമയം മോശമാകുമ്പോൾ നിങ്ങൾക്ക് കൂട്ടായി നിങ്ങളുടെ അടുത്തുണ്ടാകുക നിങ്ങളുടെ നിഴൽ മാത്രമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റ് ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങളുടെ സാമ്പത്തികമൊക്കെ മെച്ചമാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ ഒപ്പം എല്ലാവരും ഉണ്ട്. നാളെ നിങ്ങൾക്കിത് ഇല്ലാത്തൊരവസ്ഥ വരുന്ന സമയത്ത് ആരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവില്ല. ഒപ്പം ആകെ ഉണ്ടാവുന്ന നിങ്ങളുടെ നിഴൽ മാത്രം ആയിരിക്കും. സമയത്തേക്കാൾ വലുതായിട്ട് സ്വന്തമോ ബന്ധമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മോശപ്പെട്ട സമയത്താണ് നല്ല ബന്ധുക്കളെയും നമുക്ക് നല്ല സുഹൃത്തുക്കളെയൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിലാകുന്ന സമയത്ത് നമ്മൾക്ക് ആശ്വാസം തരുന്നവരോ ഇനി അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നവരോ ആരാണോ അവരാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നല്ല കാര്യങ്ങൾ, മോശമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അതായത് എനിക്ക് ഒറ്റയ്ക്കൊന്നും പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ടയും നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ സാധിക്കും. അണ്ണാറക്കണ്ണനും തന്നാലായതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾ നിരാശാബോധം എപ്പോഴും നിങ്ങളെ പുറകോട്ട് വലിക്കാനാണ് സാധ്യത. അപ്പോൾ ആ നിരാശാബോധത്തെയാണ് നമ്മൾ ആദ്യം മറികടക്കേണ്ടത്. ഒരു രാത്രിക്ക് ഒരു പകലുണ്ട്, ഒരു കയറ്റത്തിനൊരു ഇറക്കമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മോശം സമയവും ക്ഷമയോടുകൂടിയിട്ട് നിങ്ങൾ നേരിടണം. കാരണം ഇതിന് ശേഷം നമുക്ക് നല്ല ഒരു സമയം വരാനുണ്ട്. ആ സമയത്തെ കാത്തിരിക്കാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചിലവഴിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങളുടെ സമയം വേണ്ട വിധം വിനിയോഗിച്ചിട്ടും വേണ്ട റിസൾട്ട് ഇല്ലല്ലോ എന്ന് തോന്നാം. ചിലപ്പോൾ സമയത്തൊക്കെ അങ്ങനെയൊക്കെ തോന്നിയേക്കാം, ഞാൻ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ശരിയായ സമയത്ത് ശരിയായ സമയം വിനിയോഗിച്ചിട്ടുള്ള ആരാണെങ്കിലും ശരി, അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കുറച്ച് വൈകിയാണെങ്കിലും കിട്ടിയിരിക്കും. സമയം പണത്തേക്കാൾ മൂല്യമുള്ളതാണ്. കാരണം പണം നമുക്ക് വീണ്ടും ഉണ്ടാക്കാം, പക്ഷേ പോയ സമയം നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പണം ഉണ്ടാക്കാം അല്ലേ, പക്ഷേ എത്ര ധനികനാണെന്നുണ്ടെങ്കിലും 24 മണിക്കൂറിൽ കൂടുതൽ ഒരു സെക്കൻഡ് അയാൾക്ക് പോലും മേടിക്കാനായിട്ട് സാധിക്കില്ല. ഏത് ജോലി നിങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാതെ ഈ നിമിഷം തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ശരിയായ സമയം വരട്ടെ അപ്പോൾ ഞാൻ ചെയ്യാം അങ്ങനെയുള്ളൊരു ചിന്ത വേണ്ട. കാരണം ശരിയായ സമയം എന്ന് വിചാരിച്ച് നിങ്ങളുടെ നല്ല സമയത്തെ തന്നെയാണ് നിങ്ങൾ പാഴാക്കി കളയുന്നതെന്ന് നിങ്ങൾ പിന്നീട് മനസ്സിലാകും. കാരണം ഓരോ സമയം കഴിയും തോറും നമുക്ക് തോന്നാം മുമ്പുണ്ടായിരുന്ന സമയമാണ് ഇതിനേക്കാൾ നല്ലതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പാഴാക്കി കളഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കും. നല്ല സമയം എന്ന് പറഞ്ഞൊരു സമയമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിമിഷം അത് മാത്രമാണ് ശരിയായ സമയമെന്ന് നിങ്ങൾ ഇനിയെങ്കിലും വിശ്വസിക്കുക. നല്ല സമയം ലഭിക്കണമെങ്കിൽ മോശമായ സമയത്തോട് ഏറ്റുമുട്ടേണ്ടി വരും എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ ചിന്തിക്കുക. ഏത് ജോലിയും അവസാന നിമിഷമേ ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. എല്ലാം അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കും. ഇങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ പരാജയപ്പെടാനായിട്ട് സാധ്യത. പക്ഷേ വിവേകിയായിട്ടുള്ള കാര്യം, ഏത് ബുദ്ധിമുട്ടേറിയ ജോലിയും ഉടനെ തന്നെ ചെയ്യാനായിട്ട് പരിശ്രമിക്കും. അവരതുകൊണ്ട് തന്നെ വിജയിക്കുന്നു. സമയം എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേപോലെയാണ്. ചിലർ അത് പാഴാക്കി കളയുന്നു, മറ്റു ചിലർ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു.
എത്ര വലിയ ധനികനാണെങ്കിലും ഇന്ത്യൻ പ്രസിഡൻ്റാണെങ്കിലും അമേരിക്കൻ പ്രസിഡൻ്റാണെന്നുണ്ടെങ്കിലും അവരെല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. അവരാ 24 മണിക്കൂർ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു. നമ്മുടെ 24 മണിക്കൂർ നമ്മളെ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് സ്വയം നിങ്ങൾ ചോദിക്കുക. സമയത്തിൻ്റെ യഥാർത്ഥ വില മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരാണ് ഈ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. പാഴാക്കിയ സമയം ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കെങ്കിലും നിങ്ങൾ വൈകിപ്പോയിരിക്കും. അതാണ് ഏറ്റവും വലിയ സത്യം. തെറ്റായ സ്ഥലത്ത് നിങ്ങൾ ഒരു നിമിഷം പോലും സമയം പാഴാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വർഷങ്ങളൊക്കെ കടന്നു പോകും, വളരെ പെട്ടെന്ന് തന്നെ കടന്നു പോകും, ജീവിതം അവസാനിക്കും. ബാക്കി വരുന്ന വെറും നിരാശ മാത്രമായിരിക്കും. അന്ന് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല, എൻ്റെ നല്ല സമയം ഞാൻ അനാവശ്യമായിട്ട് അവർക്ക് വേണ്ടി ചിലവഴിച്ച് എൻ്റെ വെറുതെ കളഞ്ഞല്ലോ എന്ന് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, അല്ലെങ്കിൽ പരിതപിക്കേണ്ടി വരും. നിങ്ങളുടെ ഇന്നത്തെ അധ്വാനം ആണ് നാളെ നിങ്ങളെ വിജയിയാക്കുന്നതെന്ന് സത്യം മനസ്സിലാക്കുക. ഇന്നത്തെ ഓരോ ചെറിയ അധ്വാനവും നാളത്തെ വലിയ വിജയമായിട്ട് മാറും. നിസ്സാരമായിട്ടുള്ള അവസ്ഥയെ കുറ്റപ്പെടുത്താനാണ് നിങ്ങൾ പലരും ശ്രമിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അവസ്ഥ മോശമാണ്, അതിന് നമുക്ക് കുറേ എക്സ്ക്യൂസുകളൊക്കെ പറയാനുണ്ടാവും. അവ അവസാനിക്കട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാമെന്നൊക്കെ പറയും. പക്ഷേ ഏത് പ്രതികൂല സാഹചര്യത്തെ നേരിടാനാണ് പഠിക്കേണ്ടത്. ആ പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷേ നമുക്കതിന് സാധിക്കുന്നില്ല. നമ്മളെപ്പോഴും അവസ്ഥയെ അല്ലെങ്കിൽ ചുറ്റുപാടുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരു മറയാക്കിക്കൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓരോ സെക്കൻഡിൻ്റെയും വില മനസ്സിലാക്കുക. കാരണം ആ ഓരോ സെക്കൻഡും ആണ് നിങ്ങൾക്ക് ഭാവിയിൽ ഓരോ ഗുണങ്ങൾ അല്ലെങ്കിൽ ഓരോ പുരോഗതികൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ഒരു സെക്കൻഡ് സമയം കൂടുതലായിട്ട് അയാൾ എത്ര വലിയ ഷോപ്പിൽ ചെന്നാലും മേടിക്കാൻ കിട്ടില്ലല്ലോ. പക്ഷേ അതേപോലെ തന്നെ സമയത്തിൻ്റെ വില മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് അയാൾ കോടീശ്വരനായത്. അയാൾ ഒരു സെക്കൻഡ് പോലും പഴാക്കാതെ പ്രവർത്തിച്ചത് കൊണ്ടാണ് അയാൾക്ക് കോടീശ്വരനാകാനായിട്ട് സാധിച്ചത്. നമ്മളങ്ങനെ ചെയ്യുന്നുമില്ല. അവിടെയാണ് നമ്മുടെ പരാജയം എന്ന് പറയുന്നത്. ജീവിതത്തിൽ വലിയ കാര്യം ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് സമയമുള്ളൂ എന്ന് മനസ്സിലാക്കുക. കാരണം ഈ കുറച്ച് സമയം കൂടി നമ്മൾ അനാവശ്യമായിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിജയം എന്നും കാണാക്കനി തന്നെയായിരിക്കും. ഒരു ദിവസം 5 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയെങ്കിലും ചിലവഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങളെ വിജയിപ്പിക്കും. ഇന്ന് തന്നെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു പരിശ്രമം നടത്തുക. ഇനി 24 × 60 മിനിറ്റ് 1440 ഫോർമുല 1440 എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിലാകെ 60 മിനിറ്റ്. അതിനകത്ത് 1440 മിനിറ്റ് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിങ്ങൾ 1000 മിനിറ്റ് പാഴാക്കിക്കോളൂ. ബാക്കി 440 മിനിറ്റ്, അതായത് ഒരു 7 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാം. പക്ഷേ അതുപോലെ നിങ്ങൾ ചെയ്യുന്നില്ല. അതാണ് നിങ്ങളുടെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം ഒരു ദിവസത്തിൽ 7 മണിക്കൂറെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാനായിട്ട് നിരാശ മറന്നുകൊണ്ട് റിസൾട്ട് എന്തുമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പരിശ്രമിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടം വരുന്നത്. അതായത് നമ്മുടെ ഓരോ ദിവസത്തെ 1440 മിനിറ്റിലും 1000 മിനിറ്റ് നിങ്ങൾ ഉറങ്ങിയോ മറ്റു കാര്യങ്ങൾ ചെയ്തോ പാഴാക്കിക്കോളൂ. പക്ഷേ 440 മിനിറ്റ് ഉണ്ട്. ആ 440 മിനിറ്റെങ്കിലും കുറഞ്ഞത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയെങ്കിലും നിങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രയോറിറ്റീസ് എന്നുള്ളത് ഇന്ന് തന്നെ എഴുതി വയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് നേടേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ലിസ്റ്റ് ഉണ്ടാക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സമയം മാറ്റിവെക്കുക. അതുപോലെ തന്നെ നമ്മൾ നോക്കുക, അതിനെ 4ആയിട്ട് തിരിക്കുക. അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും അർജൻറ്റായിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ലിസ്റ്റിലായിട്ട് എഴുതേണ്ടത്. അത് നിങ്ങൾ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ. അത് നിങ്ങൾക്ക് മാത്രമേ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതുക. രണ്ടാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അർജൻറ്റാണ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്ക് നമ്മളുടെ അർജൻറ്റായിട്ടുള്ള കാര്യമാണ്, പക്ഷെ നമുക്കൊരു 2-3 വർഷം കൊണ്ടാണ് അത് നമുക്ക് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം, അത് ടാസ്ക് വയ്ക്കാം. നമുക്ക് എന്താ പറയുക, നിശ്ചിത സമയം കൊണ്ട് ചെയ്താൽ മതി. പക്ഷേ അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണെന്ന് മനസ്സിലാക്കുക. അതിനെ രണ്ടാമത്തെ ലിസ്റ്റിലേക്ക് നിങ്ങൾ മാറ്റുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അർജൻറ്റാണ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതായത് നിങ്ങൾ എന്താ പറയുക, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അർജൻറ്റാണ്. ചില കാര്യങ്ങളൊക്കെ വീട്ടിൽ പല സാധനങ്ങൾ മേടിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലർക്കൽ വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ അർജൻറ്റാണ്. പക്ഷേ അത് നിങ്ങളുടെ പ്രാധാന്യം അതിനകത്തില്ല. അതൊക്കെ നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് മറ്റാരെ കൊണ്ടെങ്കിലും ചെയ്യിക്കാം. അങ്ങനെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ മൂന്നാമത്തെ ലിസ്റ്റിനകത്ത് എഴുതേണ്ടത്. ഇനി നാലാമത്തെ കാര്യം ഡിലീറ്റാണ്. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് അർജൻറ്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഒട്ടും അർജൻറ്റും അല്ല, നമ്മളെ സംബന്ധിച്ച് ഒട്ടും പ്രാധാന്യമുള്ള കാര്യമല്ല അത്. അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
ചിന്തിക്കുക, നമ്മുടെ സമയം പാഴാക്കുകയാണ്. നമ്മുടെ എന്താ പറയുക, നമുക്ക് ഉണ്ടാക്കിത്തരുന്ന വെറും ഡിസ്റ്റർബൻസസും അതുപോലെ ഡിസ്ട്രാക്ഷൻസും ഒക്കെയാണ്. വിഷമങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ തന്നെയാണ്. അല്ല കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിച്ച് പരിതപിച്ച് വിഷമിച്ചിരിക്കലൊക്കെയാണ്. ഇതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിനെ ഡിലീറ്റ് ചെയ്യുക. ഇനി അത് ആലോചിക്കില്ല, ചിന്തിക്കില്ല എന്ന് അതും ലിസ്റ്റാക്കണം. അതൊന്നും എന്നെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങളെ ഒഴിവാക്കുക. അപ്പോൾ ജീവിതത്തിലെ 4 റൂൾസ് നിങ്ങൾ മനസ്സിലാക്കുക. 4 Ds ടൈം മാനേജ്മെൻറ്റിലെ. അതിൽ ഒന്നാമത്തെ കാര്യം ഡു, ഇപ്പോൾ തന്നെ ചെയ്യുക. 2 എന്താണ്, ഡെലിഗേറ്റ്. അത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുക. നമ്മളില്ലെങ്കിലും കാര്യങ്ങൾ നടക്കും. 3-മത്തത് ഡെഫർ, നമ്മൾ തന്നെ ചെയ്യണം, പക്ഷേ അത് ഇപ്പം അർജൻറ്റല്ല, പക്ഷേ ചെയ്തേ പറ്റൂ. 4-മത്തെ ഡിലീറ്റാണ്. നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളെ സംബന്ധിച്ച് ഒട്ടും പ്രാധാന്യം ഇല്ലാത്ത കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. കണ്ടമാനം നിരാശയും വിഷമവും ദുരിതവും ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. പക്ഷേ അതിനെപ്പറ്റിയൊന്നും ആലോചിച്ച് പരിതപിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസം അതെല്ലാം മാറും. അങ്ങനെ ചിന്തിക്കുക. നിങ്ങളുടെ സമയത്തെ നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയതെല്ലാം തിരിച്ചു പിടിക്കാനായിട്ട് അധിക സമയമൊന്നും നിങ്ങൾക്ക് വേണ്ട. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാം. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് റൂള് നിങ്ങൾ ശരിക്ക് സൂക്ഷിക്കുക. കാരണം നിങ്ങളെ വലിയവനാക്കാനും നിങ്ങളെ ചെറിയവനാക്കാനും നിങ്ങളെ പണക്കാരനാക്കാനും നിങ്ങളെ ഭിക്ഷക്കാരനാക്കാനും ഒക്കെ ഈ ടൈം മാനേജ്മെൻറ്റിൻ്റെ, അതായത് സമയത്തിന് സാധിക്കും, ഈ റൂൾസിന് സാധിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ, ഒരു ദിവസം 1440 മിനിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1000 മിനിറ്റ് പാഴായാലും 1/3 440 മിനിറ്റ് എൻ്റെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് കഠിന പരിശ്രമം, എത്ര നിരാശകൾ വന്നാൽ പോലും, എത്ര റിസൾട്ട് ഇല്ലെങ്കിൽ പോലും, എന്തൊക്കെ സംഭവിച്ചാലും അത് നടക്കേണ്ട സമയത്ത് ഞാൻ നടത്തിയിരിക്കും, ചെയ്യേണ്ട സമയത്ത് എൻ്റെ ജോലി ചെയ്തിരിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്ക് പ്രത്യേക നന്ദി. ഞാൻ ബി ബാലചന്ദ്രൻ, ഡെവലപ്മെൻറ്റ് ഓഫീസർ, LIC ഓഫ് ഇന്ത്യ. എൻ്റെ മൊബൈൽ നമ്പർ 95 44 30 5000. താങ്ക് യു.